ചരിത്രത്തിലെ ഏറ്റവും വലിയ ചുഴലിക്കാറ്റ് ഹരിക്കൻ മെലീസ തീരം തൊടുന്നു. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 298 കിലോമീറ്റർ വേഗതയിൽ കരീബിയൻ ദ്വീപായ ജമൈക്കൻ തീരത്ത് വീശിയടിക്കും. 1935 ലേബർ ഡേ ചുഴലിക്കാറ്റിൻ്റെയും 2019 ഹരിക്കെയിൻ ഡോറിയൻ ചുഴലിക്കാറ്റിൻ്റെയും വേഗതയേക്കാൾ കൂടുതലാണ് മെലിസയ്ക്ക്. ഇന്ത്യൻ സമയം രാത്രി 9 മണിയോടുകൂടി ജമൈക്കൻ ഹാരിക്കൻ മെലീസ ശക്തി പ്രാപിക്കും. ചരിത്രത്തിൽ ഏറ്റവും വേഗത കൂടിയ ചുഴലിക്കാറ്റാണ് ഹാരിക്കൻ മെലിസ. മണിക്കൂറിൽ 298 കിലോമീറ്റർ വേഗതയിൽ കടന്നുപോകുന്ന മെലിസ ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഹെയ്ത്തി, ജമൈക്ക, കിഴക്കൻ ക്യൂബ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ദുരന്തത്തിൽ ഇതുവരെ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ വേഗതയെയും നാശനഷ്ടങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി കാറ്റഗറി നമ്പർ 5 മെലിസയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം 21 മെലിസ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ കടലിൽ തീവ്ര ഇടിമിന്നലുകളുടെ കൂട്ടമായി രൂപപ്പെട്ടത്. പിന്നീട് തീവ്ര ന്യൂനമർദ്ദമായി മാറി. 2025 അറ്റ്ലാന്റിക് സീസണിലെ 13ാമത്തെ തീവ്ര ചുഴലിക്കാറ്റാണ് മെലിസ. ജൂൺ 1 മുതൽ നവംബർ 30 വരെയാണ് അറ്റ്ലാന്റിക് ചുഴലി സീസൺ. 20 വർഷങ്ങൾക്കിടെ ആദ്യമായിട്ടാണ് അതിതീവ്ര ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത്. മെലിസയുടെ കേന്ദ്രമർദ്ദം 892 മില്ലിബാർ ആണ്. ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതോടെ വെള്ളപ്പൊക്ക സാധ്യതയ്ക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ വരും വർഷങ്ങളിലെ കാലാവസ്ഥയെയും അന്തരീക്ഷ വ്യവസ്ഥയെയും മെലിസ സ്വാധീനം ചെലുത്തിയേക്കാം. ന്യൂസ് ഡെസ്ക് ജനം.